ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കരിമീൻ വാഴയിലയിൽ ലോക്ക്ഡൗൺ ചെയ്ത് പൊള്ളിച്ച ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ കുടംപുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വാഴയിലയിൽ പൊള്ളിക്കാനായിട്ട് 2 കരിമീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം മസാല പുരട്ടണം. അതിനു വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും പിന്നെ ഇത് മിക്സാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സാക്കിയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ കരിമീനിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് തേച്ച് അതിൻ്റെ ഉള്ളിലും എല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം. മസാല എല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുക്കുവാണ്. അതിലോട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ഫ്രൈ മതി, ഡീപ് ഫ്രൈ വേണ്ട. കാരണം നമുക്ക് അതിന് ശേഷം പൊള്ളിക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഫ്രൈ മതി. നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു വശം ഒന്ന് ഒരു ലൈറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വശം കൂടെ ഒന്ന് ലൈറ്റ് ഫ്രൈ ആയതിന് ശേഷം നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, ലൈറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഞാനിനി ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു ചെറുള്ളി 16 എണ്ണം, പച്ചമുളക് 5 എണ്ണം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി 1 സ്പൂൺ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൽ ചെറുള്ളി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് നിർത്താൻ വേണ്ടിയിട്ടാണ്. ചെറുള്ളി അതേപോലെ വെളിച്ചെണ്ണയും ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ മസാല ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ
ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനിതിൽ 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതോടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഞങ്ങളുടെ കുടംപുളി കിച്ചൻ്റെ കുടംപുളിയും കൂടെ ചേർക്കുവാണ്. 2 ചെറിയ കുടംപുളി ഞാൻ ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുവാണ്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കത്. അധികം വെന്ത് പോകരുതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെയും നല്ല മസാലയുടെയും ഒക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വാഴയിലയിൽ പൊള്ളിക്കാനായിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഈ വാഴയിലോട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു കരിമീൻ വെച്ച് കൊടുക്കാം. ഇനിയും അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കണം. മീൻ കവർ ചെയ്യുന്ന രീതിയിൽ മസാല വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൻ്റെ വാഴനാര് വെച്ച് തന്നെ നമുക്കൊന്ന് കെട്ടി എടുക്കാം. നമുക്ക് പൊള്ളിച്ചെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഈ പാനൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊതിഞ്ഞ് വെച്ച കരിമീനൊന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുവാണ്. എൻ്റെ ആദ്യം മുതലേ വെളിച്ചെണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 6 മിനിറ്റോളം വേണം. എൻ്റെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു 6 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടിപൊളി നമ്മുടെ കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. നല്ല പുളിയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഇതിന് കോമ്പിനേഷനായിട്ട് കപ്പ വേവിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് കപ്പ വേവിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതിന് കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കുടംപുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ശേഷം ഇതിൽ വേവിച്ച കപ്പയ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് പച്ചപ്പ് മാറിയ ശേഷം, അരപ്പിൻ്റെ പച്ചപ്പ് മാറിയ ശേഷം അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് എടുത്തതാണ്.